ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നാണെങ്കിലൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഗൈസ്. കാരണം കോളേജിൽ പോകല്ലേ. അപ്പം ഇന്ന് രാവിലെ പോകാനായിട്ട് ഒരു മനസ്സുമില്ല കേട്ടോ. കാരണം എല്ലാവർക്കും അറിയാം എന്താ ഇത്രയും ദിവസം ലീവ് എടുത്തിട്ട് ഇത്രയും ദിവസം ലീവ് എടുത്തിട്ടല്ല, മറ്റേ കോളേജിൽ പോകാതിരുന്നിട്ട് ലീവായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് പിന്നെയും പോകാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. എൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ കൊച്ചു പിള്ളേരുടെ കാര്യമൊക്കെ എങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഇട്ടങ്ങ് ഒരുങ്ങി. പിന്നെ വിചാരിച്ചു ഓരോ ലെവലിലൊക്കെ കെട്ടണമെന്ന് വിചാരിച്ചത്, പക്ഷേ മൂഡില്ലായിരുന്നു. രാവിലെ എണീറ്റപ്പോഴേ ഒരുമാതിരി ഡള്ളായിരുന്നു കേട്ടോ. കാരണം പോകണമല്ലോ എന്നാലോചിച്ച്. കാരണം ഇനി ബസ്സൊക്കെ കയറി പോയൊക്കെ വരുമ്പോഴത്തേനും ഒരു പരുവമാവും. അതുമല്ല, ഇപ്പം ഞാൻ ആലോചിക്കുന്ന 10 ദിവസം പോയതിന് ഇത്ര വിഷമം 6 മാസം വെറുതെ വീട്ടിലിരുന്നിട്ട് ഇത്രയും വിഷമം ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. അപ്പം കോളേജിൽ പോകണം, രാവിലെ പോസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെയാണ് ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് കോട്ടെടുത്ത് വെച്ചില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ കിടന്ന് ചാടി കേട്ടോ. ഇത്രയും ദിവസം നമ്മുടെ കൺമുമ്പിലുള്ള പുസ്തകവും കോട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പഠിക്കുന്ന പേന ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ കാണും. പക്ഷേ നമ്മൾ ആ സമയത്ത് അത് തപ്പുമ്പോൾ അതൊന്നും കാണില്ല കേട്ടോ. എൻ്റെ കുടയൊക്കെ ഞാൻ എവിടെ നിന്നാണ് വലിച്ചെടുത്തുകൊണ്ട് വന്നതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പിന്നെ ഐലൈനർ ആണെങ്കിൽ കണ്ണാടി നോക്കി എഴുതാൻ പറ്റത്തില്ല. കണ്ണാടി നോക്കിയല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇതിൽ നോക്കി എഴുതാൻ പറ്റത്തില്ല കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ട് എഴുതുക കേട്ടോ. വാലൊന്നും ഇട്ട് എഴുതിയില്ല, കാരണം പോസ്റ്റിംഗ് അല്ലേ, കുറച്ച് മേനയിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ തലമുടിയൊക്കെ ഞാൻ സാധാ രീതിയിലാട്ടോ കിട്ടിയത്. ഞാൻ വെച്ചു എന്തെങ്കിലും ഒരു ഡിസൈനിൽ കെട്ടാം എന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നും നടക്കത്തില്ല കേട്ടോ. രാവിലെ സമയമില്ല എന്നല്ല, എൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേണ്ട ഇങ്ങനെ ഒരുമാതിരി എടുത്ത് ചുമ്മാ അങ്ങ് പുട്ടപ്പ് ചെയ്തങ്ങ് വെച്ചു കേട്ടോ. അതാകുമ്പം പുട്ടപ്പ് ചെയ്യാതിരിക്കാൻ നിങ്ങളെവിടെ കയറ്റില്ല, അതുകൊണ്ട് പുട്ടപ്പ് ചെയ്യുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അഴിച്ചേ ഇടത്തുള്ളായിരുന്നു. എന്ത് ചെയ്യാം ഗൈസ്, ഇങ്ങനെ ആയിപ്പോയാൽ പിന്നെ അഹം വളർത്താൻ പറ്റില്ല. അങ്ങനെ പല പല സാക്രിഫൈസാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത്. ഈ കൈ കിടക്കുന്ന ബണ്ണ് ഞാൻ 2 വട്ടം തപ്പി കേട്ടോ. എന്നിട്ട് ഞാൻ ഈ കൈ കിടക്കുന്ന ബണ്ണ് കണ്ടില്ല. വേറൊരു പുതിയ ബണ്ണാട്ടോ എടുത്ത് തലയിലിട്ടത്. കണ്ടാ, എൻ്റെ മനസ്സാരും കാണാതെ പോയത് കുനിഞ്ഞ് നിങ്ങളെ പുട്ടപ്പ് ചെയ്തത് കാണിച്ചത് കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഒരുക്കവും കുന്തമൊക്കെ. പിന്നെ ഞാനൊരു കണ്ണാടിയുടെ അപ്പുറത്തിരുന്നൊരു പൊട്ട്, സിമ്പിളാണ് ഗൈസ്. അപ്പോൾ ഒരു പൊട്ടും കൂടി എടുത്ത് തൊട്ടിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? ലുക്ക് കൊള്ളാമോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബായ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് പോണേ ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.